ശുഭ നായർ വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ എന്നും ഇടുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ സൗന്ദര്യം കൂട്ടാനും കളർ വയ്ക്കാനും കറുത്തപാട് മാറാനും ഇതൊക്കെ കാര്യങ്ങളും ഒക്കെ ആയി പറഞ്ഞുകൊണ്ടല്ല നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ഓയിലിനെ പറ്റിയൊക്കെ ആണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് പറയാറുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്ത്രീകളായ നമ്മൾ എല്ലാവരും, പെൺകുട്ടികളായ എല്ലാവരും, അമ്മമാരായവർ വരെ കേൾക്കേണ്ട ഒരു കാര്യമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിലർ എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ വാട്സപ്പിൽ വന്ന് ചോദിക്കുന്നതാണ്, ശുഭ എനിക്ക് 75 വയസ്സായി, അല്ല ശുഭ എനിക്ക് 80 വയസ്സായി, ഞാൻ ഇനി ഓയിലൊക്കെ തേച്ചിട്ട് വല്ല ഗുണമുണ്ടോ, അങ്ങനെയൊക്കെ വന്ന് ചോദിക്കുന്നവരുണ്ടല്ലോ. നിങ്ങളത് വെറുതെ ഒരു തോന്നലാകട്ടോ. നിങ്ങൾക്ക് ഒത്തിരി പ്രായമായി, നമ്മുടെ മനസ്സിന് നല്ലൊരു എന്താ പറയുന്നത്, മനസ്സിനൊരു സന്തോഷവും മനസ്സിനൊരു എനിക്ക് അങ്ങനെയൊന്നും പ്രായമൊന്നും ആയിട്ടില്ല, ഞാനിപ്പോഴും യങ്ങാണ്, എന്നെക്കൊണ്ടെല്ലാം ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു കാര്യം മനസ്സിനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചാൽ നമ്മൾക്ക് എല്ലാം എപ്പോഴും ഹാപ്പി ആയിട്ടും എപ്പോഴും സന്തോഷമായിട്ടും എപ്പോഴും യങ്ങായിട്ടും ഇരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ ഈ ഓയിലിൻ്റെ ഒക്കെ കാര്യമൊക്കെ തുടങ്ങിയ പിന്നെ കേട്ടോ ഒരുപാട് പേരുടെ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കാനും മനസ്സിലാക്കാനും പറ്റിയത്. നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കും, എനിക്ക് 19 വയസ്സായി, എന്നെക്കൊണ്ട് ഇനി അങ്ങനെ വല്ലതും പറ്റുമോ, ഇതൊക്കെ തേച്ചിട്ട് വല്ല കാര്യമുണ്ടോ, എൻ്റെ സ്കിന്നെല്ലാം പോയില്ലേ, ചിലർ പറയുന്നത് എൻ്റെ സ്കിന്നൊക്കെ ചത്തുപോയെന്നൊക്കെയാണ് ചിലർ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തർ പറയുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾ കാര്യമാക്കാനേ പോകണ്ട. പ്രായം അതിൻ്റെ പോക്കിന് പൊക്കോട്ടെ, നമുക്കെന്താ ചെയ്തം, നമ്മുടെ മനസ്സിപ്പോഴും ചെറുപ്പമാണ്, അങ്ങനെ വിചാരിച്ചാൽ മതി. പക്ഷെ നമ്മൾ എപ്പോഴും ഈ പറയുന്ന പോലെ നമ്മൾ എപ്പോഴും മുഖത്തിനെ കളർ വയ്ക്കാനും സ്കിന്നിനെ നല്ലതാക്കാനും സ്കിന്നിനെ ചെറുപ്പമാക്കാനും സ്കിന്നിൻ്റെ ചുളിവുകൾ മാറാനും ഒക്കെയുള്ള കാര്യങ്ങളല്ലേ ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാറുള്ളത്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് നമ്മൾ ലേഡീസിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടിയ ഒരു സാധനമാണ് കറുത്ത എള്ള്. ഇതിൻ്റെ ഗുണങ്ങൾ അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും അറിയാം, പക്ഷെ നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് അതിട്ട് കൊടുക്കുന്നില്ല. ഉണ്ടോ? എത്ര പേര് കഴിക്കുന്നുണ്ട് കറുത്ത എള്ള്? എത്ര പേര് കറുത്ത എള്ള് ദിവസവും കഴിക്കുന്നുണ്ട്? പക്ഷേ ഞാനിപ്പം നിങ്ങളെ വലിയ പഠിപ്പിക്കാനായിട്ടൊക്കെ വന്നിരിപ്പുണ്ട്, പക്ഷെ ഞാൻ ഒന്നും കഴിക്കത്തില്ല കേട്ടോ. ഞങ്ങളിവിടെ ഞാൻ മക്കൾക്കും കൊടുക്കും, അവരും പെൺമക്കളാണല്ലോ, അവർക്കും കൊടുക്കും. അപ്പം എനിക്കും എടുക്കുമ്പോൾ 1 കിലോയ്ക്ക് എങ്ങാണ്ട് 260 നല്ല കറുത്ത എള്ളിന് 300 രൂപയെ താഴെ വിലയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്തോരം ക്യാഷ് വെറുതെ നമ്മൾ കളയുന്നു ഇല്ലേ? നമ്മൾ ആവശ്യമില്ലാത്തതിനും ആവശ്യത്തിനും എല്ലാം ക്യാഷ് ചിലവാക്കുമല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ സൗന്ദര്യത്തിന്, നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ ശരീരത്തെ നോക്കാനും എല്ലാമായിട്ട് നമ്മുടെ ഇത്രയും സബ്സ്ക്രൈബേഴ്സ്, എന്നെ കാണുന്ന എല്ലാവരും കറുത്ത എള്ള് മേടിച്ചിട്ട് നമ്മൾ തലേ ദിവസം രാത്രി കുറച്ചെടുത്ത് കഴുകി അങ്ങ് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ആ വെള്ളം കൂട്ടി വെളുപ്പിനെ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോഴേ അങ്ങ് കഴിക്കുന്നത് നല്ലതാണ്. അതെന്തിനാണെന്നറിയുമോ? നമ്മുടെ തേയ്മാനം, ഏറ്റവും കൂടുതൽ എല്ല് തേയ്മാനം വരുന്നത് ലേഡീസിനാണ്. എല്ല് തേയ്മാനം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഷോൾഡറിന് വേദന, നമ്മുടെ നടുവിന് വേദന, നമ്മുടെ കാലിന് വേദന, ഇതൊക്കെ എന്തുകൊണ്ടാണ്? നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകും. എല്ല് തേയ്മാനം എന്ന് പറയുന്ന ഇത് നമുക്ക് ലേഡീസിന് എപ്പോഴും എല്ലാവർക്കും വരാവുന്ന കാര്യമാണ് കേട്ടോ. ഞാൻ എപ്പോഴും എന്തോരം ജനങ്ങളുടെ കുനിഞ്ഞ് എന്ന് ത്രെഡ് ചെയ്തിട്ടുണ്ട്. ഈ നമ്മൾ കുനിഞ്ഞ് നമ്മുടെ തലയുടെ ഈ ഭാഗവും നമ്മുടെ പേടലി, നമ്മുടെ താഴെ ഈ നടുവിൻ്റെ ആ ഒരു ഭാഗം എല്ലാം എന്താണെന്നറിയുമോ? എല്ലാം നമുക്ക് എല്ലിൻ്റെ. അപ്പം നമ്മൾ ഇങ്ങനെ എനിക്കിവിടെ ബാക്കിൽ ഇങ്ങനെ വേദന വന്നു, കൈക്ക് എനിക്ക് വേദന വന്നു കേട്ടോ. ഒരു സമയത്ത് എനിക്ക് കൈക്ക് വേദന വന്നു. പാർലർ ഉണ്ടായിരുന്നു, വെളിയിൽ പാർലറായിരുന്ന സമയത്താണ്. അപ്പോൾ എൻ്റെ കൈക്ക് വേദന വന്നപ്പം കുറേ ഡോക്ടേഴ്സിനെ കാണിച്ചു, MRI സ്കാൻ എടുക്കാൻ പറഞ്ഞു. ഞാൻ എടുത്തില്ല, പേടിച്ചിറങ്ങിപ്പോന്നു കേട്ടോ. എനിക്ക് ആ മെഷീൻ കാണുന്ന പേടിയാണ് കേട്ടോ. അപ്പോൾ ഞാനത് എല്ലാം പോന്നു കഴിഞ്ഞു. ഒരു ആയുർവേദ ഡോക്ടറാണ് ഇതെന്താണെന്ന് എക്സ്റേയിൽ കൂടെ കണ്ടുപിടിച്ചു. അപ്പോൾ പറഞ്ഞു എല്ല് തേയ്മാനമുണ്ട്, അതുകൊണ്ടാണ് കൈക്ക് വേദന വന്നത്, ത്രെഡ് ചെയ്യലെന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്തൊക്കെ കുറച്ച് ദിവസം 2 മാസത്തോളം കടയടച്ചിടുകയും, നമ്മൾ ഈ വീട്ടിൽ വന്നേ പിന്നെ സംഭവം കേട്ടോ, കടയടച്ചിടുകയും പിന്നെ കുറേ ആയുർവേദ മരുന്ന് ഒരു 6 മാസം അടുപ്പിച്ച് അങ്ങ് കഴിച്ചു.
അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഇന്ന് വരെയും ആ ഒരു പ്രശ്നം വന്നിട്ടുമില്ല, ആ ഒരു വേദന പിന്നെ എനിക്ക് വന്നിട്ടുമില്ല. അപ്പോൾ അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് എള്ള് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അന്ന് മുതൽ ഇപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴൊക്കെ ഞാനിപ്പം അത് കാണുമ്പോൾ ഓർത്ത് വാങ്ങിക്കാറുണ്ട് കേട്ടോ. നമ്മൾ എങ്ങനെയാണ് അത് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ശർക്കരയായിട്ട് മിക്സ് ചെയ്ത് നിലക്കടലയും കൂടെ അതിനകത്ത്, നിലക്കടല നല്ലപോലെ വറുത്തെടുത്തിട്ട് നിലക്കടലയുടെ പൊളന്നെടുക്കണം, നമ്മൾ പകുതിയാക്കി എടുത്തിട്ട് അതും കൂടെ ഈ എള്ളിനകത്തോട്ട് ഇടണം. എന്നിട്ട് വേണം ഇത് വറക്കാൻ. എള്ള് എങ്ങനെയാണ്, എള്ളിൻ്റെ മൂപ്പ് എങ്ങനെയാണെന്നറിയുമോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. എള്ളൊന്ന് പൊട്ടുമ്പോൾ നമ്മൾ ചെറുതീയിലിട്ട് ഇളക്കി 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 അത് ഒരു ചെറിയ പൊട്ടൽ കേൾക്കുമ്പോൾ അതങ്ങ് നിർത്തണം. ഒത്തിരി കരിഞ്ഞു പോയാൽ പിന്നെ ഗുണമില്ല കേട്ടോ. കരിഞ്ഞു പോകാതെ നമ്മൾ നോക്കണം. പിന്നെ അതിനകത്തേക്ക് സെപ്പറേറ്റ് വറുത്തെടുത്ത കടല മതി. അതിൻ്റെ കൂടെ ഇട്ട് ഇതിൻ്റെ മൂപ്പറിയാൻ മേലാത്തവരാണെങ്കിൽ സെപ്പറേറ്റ് നിലക്കടലയും വറുത്തെടുക്കുക, നിലക്കടലയും കൂടി ഇതിനകത്തോട്ട് ഇടുക. എന്നിട്ട് നല്ലതായിട്ട് ശർക്കര അരിഞ്ഞിടൂ. നല്ല ശർക്കരയാണ്, ഈ മറയൂർ ശർക്കരയൊക്കെ ആണെങ്കിൽ അത് അരിഞ്ഞിട്ടാൽ മതി. അല്ലാത്ത ശർക്കരയാണെങ്കിൽ തീർച്ചയായിട്ടും പാനിയാക്കിയെടുത്ത് അരിച്ച് മാത്രമേ ഇതിനകത്ത് ഒഴിക്കാവുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ എന്നിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മണം. നമ്മൾ അപ്പോൾ ഉപയോഗിക്കാനാണെങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുത്ത് അപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് എടുത്ത് കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് തേങ്ങയും കൂടെ ചിരണ്ടിയിടാം കേട്ടോ. തേങ്ങ ചിരണ്ടിയിടുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. എന്തിനാ കൊളസ്ട്രോളും ഇതൊക്കെ കൂട്ടുന്ന തേങ്ങയും എല്ലാം കൂടെ ചുരണ്ടിയിട്ട് ഈ ഗുണമുള്ള സാധനത്തിനകത്തോട്ട് എന്തിനാ തേങ്ങ ചുരണ്ടിയിടുന്നത്? പക്ഷേ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുഞ്ഞു കുട്ടികൾക്കൊക്കെ തേങ്ങ വേണമെങ്കിൽ അതിനകത്ത് ചുരണ്ടിയിട്ടും കൊടുക്കാം. അങ്ങനെ നമ്മൾ ആ എള്ളുണ്ട ഇങ്ങനെ നമ്മൾ ശർക്കര പാനിയാക്കി ഒഴിച്ചു വെച്ചിരിക്കുന്ന ഈ എള്ളുണ്ട വേണമെങ്കിൽ ഉരുട്ടിയെടുത്ത് നന്നായിട്ട് ചെറു ചൂടോടെ ഉരുട്ടണം, അല്ലെങ്കിൽ നമുക്ക് ഉരുട്ടാൻ പറ്റത്തില്ല. അപ്പോൾ ഉരുട്ടിയെടുത്ത് ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് വെച്ചിട്ട് അത് കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ആറി ഉണങ്ങി എല്ലാം കഴിയുമ്പോൾ നമുക്ക് നല്ല എയർ ടൈറ്റായ ഒരു കണ്ടെയ്നറിലോട്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഓരോന്നെടുത്തൊക്കെ ഓരോന്നോ രണ്ടോ മൂന്നോ ഇഷ്ടമുള്ള കഴിച്ചു അങ്ങനെ നമുക്കെടുത്ത് നന്നായിട്ട് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഈ ആർത്തവ സംബന്ധമായ കാര്യങ്ങളുണ്ടല്ലോ, പീരിയഡ്സിൻ്റെ സമയത്തുള്ള വേദന, എനിക്കൊന്നും അത് കഴിച്ചാലൊന്നും പിടിച്ചു നിർത്താൻ പറ്റുന്ന വേദനയല്ല കേട്ടോ. എനിക്ക് ഭയങ്കര വേദന വരും രണ്ടിൻ്റെന്ന്. അപ്പോൾ ഞാൻ ഈ പൈനാപ്പിളോ പിന്നെ എനിക്ക് കോട്ടയ്ക്ക് എന്നൊരു മരുന്നൊക്കെ തരും, എനിക്ക് അതൊക്കെ കുടിച്ചാലേ എനിക്ക് പറ്റില്ലല്ലോ. എനിക്ക് ഭയങ്കര ക്ഷീണം വരും, ഭയങ്കര തണ്ണിനകത്തൊക്കെ ഇരുട്ട് കീറുക, വേദന വരുമ്പോൾ ഭയങ്കര വേദന എനിക്ക്. അപ്പോൾ എനിക്ക് ആ എള്ളൊന്നും കഴിച്ചാലൊന്നും വേദന മാറത്തില്ല. പിന്നെ ചെറിയ വേദനകളൊക്കെ ആണെങ്കിൽ പിള്ളേരുടെ ഒരു 10-12 വയസ്സ് ആദ്യമായിട്ടായി കഴിയുമ്പോഴൊക്കെയുള്ള മാസമുറ സമയത്തുള്ള ചെറിയ വേദനകളൊക്കെ ആണെങ്കിൽ ഈ എള്ള് രാവിലെ 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 2 വീതം വെച്ച് കഴിക്കാം കേട്ടോ. അപ്പോൾ ഈ എള്ളെന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. സ്ത്രീകൾക്കാണ് അത് ഏറ്റവും ആവശ്യമായിട്ട് വരുന്നതും. സ്ത്രീകൾക്കാണ് ഇങ്ങനെ പീരിയഡ്സ് സമയത്തും അങ്ങനെയൊക്കെ അമിത രക്തസ്രാവവും അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾക്കാണ് എല്ല് തേയ്മാനം, അങ്ങനെ നമുക്ക് കാലും കൈയും കഴപ്പ്, കാലിന് വേദന, ഇങ്ങനെയുള്ള മുടി കൊഴിച്ചിൽ, പിന്നെന്താ ഒരുപാട് കാര്യങ്ങൾക്ക് ഗുണമുള്ളൊരു സാധനമാണ് എള്ളെന്ന് പറയുന്നത്. അപ്പോൾ കറുത്ത എള്ള് നിലക്കടലയും കൂടെ മിക്സ് അതിനകത്തോട്ട് ചെയ്യുന്നത്, ശർക്കരയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കഴിയുമ്പം ഒരുപാട് ഗുണങ്ങളാണ് അതിനുണ്ടാകുന്നത്, എള്ളിനുണ്ടാകുന്നത്. അപ്പം എള്ള് ഞാൻ പറഞ്ഞല്ലോ തലേദിവസം വെള്ളത്തിലിട്ട് വെറുതെ രാവിലെ ആ 1 സ്പൂൺ ഇട്ടിട്ട് നമുക്ക് വെറുതെ വെറും വയറ്റിൽ കഴിക്കാം, കടിച്ച് അങ്ങ് കഴിക്കാം, വെള്ളം കൂട്ടി. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ എള്ളുണ്ടയാക്കിയിട്ട് കഴിക്കാവുന്ന കാര്യമാണ് കേട്ടോ. അപ്പം എല്ലാവരും അത് ചെയ്ത് നോക്കണേ. നമ്മൾ ചിലർ സ്കിന്നിൽ എന്തൊക്കെ തേച്ച് കൊടുത്താലും മുഖത്തൊരു ഡ്രൈനെസ്, കൈക്കൊരു ഭയങ്കര ഡ്രൈനെസ്, കൈയൊക്കെ ഇങ്ങനെ ഉരണ്ട് ചുളുങ്ങി നമ്മൾ മുഖം നല്ല ചിലരിങ്ങനെ ഫെയറാലവലിയൊക്കെ തേച്ച് അടിച്ച് വെളുപ്പിച്ച് മുഖം വെക്കും. കൈയൊക്കെ എടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ കയ്യിലൊക്കെ ഭയങ്കര ചുളുവും, കയ്യെ ഭയങ്കര ഡ്രൈനെസ്സും, കൈ ശ്രദ്ധിക്കത്തേയില്ല, കഴുത്ത് ശ്രദ്ധിക്കത്തേയില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്തോ ഒരു ഇതാല്ലേ നമുക്ക് അങ്ങനെ ഒരാളെ കാണുമ്പോൾ. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ കൈയും നമ്മുടെ കഴുത്തും നമ്മുടെ മുഖവും ഒരുപോലെ ശ്രദ്ധിക്കണം. അതിന് നമ്മൾ ഇഷ്ടംപോലെ വെള്ളം കുടിക്കണം, ഒരുപാട് വെള്ളം കുടിക്കണം. നമ്മളെപ്പോഴും കുപ്പിയിൽ ഇങ്ങനെ വെള്ളം എടുത്ത് വെച്ചിരിക്കുക, അതെപ്പോഴും കുടിക്കുക. ഇപ്പോഴത്തെ ഈ ടൈമിലൊക്കെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാൻ ഒരുപാട് സാധ്യതയുള്ള സമയമാണ്. പകൽ വെയിൽ, രാവിലെ തണുപ്പ്, മഞ്ഞ്, ഈ ഒരു കാലാവസ്ഥ നമ്മുടെ സ്കിന്നിൻ്റെ പുറവും അകവും എല്ലാം നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത്. അപ്പോൾ എള്ള് നല്ലൊരു കാര്യമാണ് കേട്ടോ. പിന്നെ ചിലർ എള്ളെണ്ണയൊക്കെ കുട്ടികളെ തേച്ച് കുളിപ്പിക്കുന്നതൊക്കെ കാണത്തില്ലേ, നല്ല കളർ വരാനൊക്കെ. അപ്പം എള്ളെണ്ണയും നല്ലതാണ് നമ്മുടെ ദേഹത്ത് തേച്ച് കുളിക്കുന്നത്. പിന്നെ നമ്മൾ
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ബാക്കി പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മുടെ എല്ല് തേയ്മാനം പോലെയുള്ള കാര്യങ്ങൾ, കാലിന് വേദന, ഷോൾഡറിന് വേദന, നടുവിന് വേദന, അങ്ങനെയുള്ള വേദനകളെല്ലാം നമുക്ക് മാറ്റാൻ വേണ്ടിയുള്ള സാധനമാണ്. കുറച്ച് എള്ള് മേടിച്ച് ഇങ്ങനെ ഒന്ന് ചെയ്ത് വെച്ചാൽ മതി. അതിങ്ങനെ ഉണ്ടയാക്കി പിടിച്ച് വെച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അത് കുറച്ച് ദിവസത്തിനുള്ള നമ്മൾ എടുത്താൽ മതി. ഒരാഴ്ച കൂടുതൽ ഇരിക്കുമ്പോഴാണ് അത് ചിലപ്പോൾ കനയ്ക്കാനും ചിലപ്പോൾ നിലക്കടലയൊക്കെ ഒരു കനച്ച ചുവയൊക്കെ വരാൻ സാധ്യത ഉണ്ടായിരിക്കാം. ഞാൻ കുറേശ്ശേ എടുക്കത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് എനിക്കറിയില്ല. പിന്നെ അങ്ങനെ നിങ്ങളെല്ലാവരും ചെയ്തു നോക്കണം. അങ്ങനെ നമ്മുടെ സൗന്ദര്യം പുറത്ത് മാത്രം ചെയ്താൽ പോരാ, നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ആയാലേ നമ്മുടെ ശരീരത്തിന് നല്ലൊരു ഹെൽത്തി ആയിട്ടും ശരീരത്തിന് അസുഖങ്ങളൊന്നും വരാതെയും ഒക്കെ നമ്മൾ നന്നായിട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് പുറമേ സ്കിന്നിനെ നമുക്ക് നല്ല സൗന്ദര്യമുള്ളതാക്കി തീർക്കാൻ പറ്റത്തുള്ളൂ. സൗന്ദര്യമുള്ളതാക്കാൻ നിങ്ങൾ ശ്രമിച്ചാലും നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ വെള്ളം കൂടി പോരാ, നമ്മുടെ വൈറ്റമിൻസ് പോരാ, അങ്ങനെ ഓരോ കാര്യങ്ങളുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ചിലർ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു പറഞ്ഞു, ഈ മൂക്കിൻ്റെ 2 സൈഡിലും ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരിക്കുന്നു ചേച്ചി, മൂക്കിൻ്റെ പുറത്ത് ഇങ്ങനെ കറുപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു വെള്ളം കൂടി എങ്ങനെയാണെന്ന് ആദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, ചേച്ചി വെള്ളം കുടിക്കാനൊന്നും പറ്റുന്നില്ല, വെള്ളം ഇങ്ങനെ കോളേജിൽ പോകുന്ന കുട്ടിയാണ് +2, അപ്പം വെള്ളം കൂടി എനിക്ക് ഇഷ്ടമുള്ള കാര്യമേ അല്ലെന്ന്. ഞാൻ പറഞ്ഞു ഒരിക്കലും പോകത്തില്ലെന്ന് പറഞ്ഞു. മൂക്കിൻ്റെ 2 സൈഡിലത്തെ ഡ്രൈനസും കാര്യങ്ങളും ഒരിക്കലും മാറത്തില്ല. ഫസ്റ്റ് വെള്ളം കൂടി, രണ്ടാമതാണ് നമ്മുടെ ഓയിൽ തേക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ചേച്ചി അല്ല എനിക്ക് ഓയിൽ തേച്ച് നല്ല മാറ്റമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓയിൽ തേച്ച് മാറും, ഓയിൽ തേക്കാൻ നിൽക്കുമ്പോൾ വീണ്ടും വരും. നമ്മുടെ ശരീരം നമ്മൾ സൂക്ഷിക്കുന്ന പോലെയാണ് നമുക്ക് പുറമേ നമുക്ക് സൗന്ദര്യമായിട്ടിരിക്കാനും പുറമേ ഗ്ലോ വരാൻ പ്രധാന ഘടകം. നമ്മൾ പുറമേ എന്തെല്ലാം തേച്ച് ഗ്ലോ വരുത്തിയാലും അത് 1, 2, 3 ദിവസത്തേനേ കാണുള്ളൂ. നമ്മുടെ ശരീരത്തിനകത്തേക്ക് നല്ല വൈറ്റമിൻസ് ഇട്ട് കൊടുക്കണം. ഓറഞ്ചിൻ്റെ സീസണൊക്കെ വരുമ്പോൾ ഇഷ്ടം പോലെ ഓറഞ്ച് വാങ്ങിക്കണം. ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ, ഫ്രൂട്ട്സ് ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കണം ശരീരത്തിലേക്ക്, വെള്ളം ഇഷ്ടം പോലെ ഒഴിച്ചു കൊടുക്കണം ശരീരത്തിലേക്ക്, വൈറ്റമിൻസ് ഇട്ട് കൊടുക്കണം ശരീരത്തിലേക്ക്. നമ്മൾ കഴിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓരോന്നും ഒന്നും മനസ്സ് വെച്ച് കഴിച്ചാൽ മതി. നമുക്ക് നല്ല ആരോഗ്യവും അയ്യോ പ്രായവായേ എന്നെ കൊണ്ടൊന്നിനും കൊള്ളുവേലേ എനിക്കൊന്നും വയ്യേ എന്നുള്ള ചിന്ത കളയുക, നല്ല ഭക്ഷണം കഴിക്കുക, നമ്മുടെ പല്ലിനും എല്ലിനും ഒക്കെ നല്ല ആരോഗ്യം കൊടുക്കുക. നല്ല ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് സൗന്ദര്യം ഉണ്ടാവുള്ളൂ. അതെല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പം എള്ളെന്നുള്ളത് ഒരു പ്രധാന പോഷകങ്ങളുടെ വൈറ്റമിൻസിൻ്റെ കലവറയാണെന്ന് കരുതണം. എല്ലാവരും കറുത്ത എള്ള് കേട്ടോ, 2 തരത്തിലുള്ള എള്ളുണ്ട്, വെള്ളയുണ്ട് കറുപ്പുണ്ട്. ഇതിൽ കറുപ്പിനാണ് നല്ല ഗുണമുള്ളത്. അപ്പോൾ എല്ലാവരും കറുത്ത എള്ള് നന്നായിട്ട് കഴിക്കണം കേട്ടോ. ഒരുപാടൊന്നും കഴിക്കണ്ട, ഉണ്ട പിടിച്ച് ചെറിയ ഉണ്ടകളാണ് 2 എണ്ണം കഴിച്ചാൽ മതി. തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് അങ്ങനെയാണ് കഴിക്കുന്നതെങ്കിൽ 1 സ്പൂൺ ഇട്ടാൽ മതി. ആ 1 സ്പൂൺ വായിലോട്ടിട്ട് കടിച്ച് ഒരു ചമപ്പൊക്കെ ഉണ്ടല്ലോ എള്ളിന്, അതിനുവേണ്ടി നമുക്ക് ശർക്കര പിന്നെ ഒരു കാര്യം, എള്ളിൻ്റെ കൂടെ എപ്പോഴും ശർക്കര മിക്സ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഗുണം 100 ഇരട്ടി കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പറയാനായിട്ടാണ് ഇന്ന് വന്നത്. വൈകുന്നേരം ചിലപ്പോൾ ലൈവ് വരാം കേട്ടോ. ഞായറാഴ്ച എന്താ ലൈവ് വരാഞ്ഞ്, തിങ്കളാഴ്ച എന്താ ലൈവ് വരാൻ എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലൈവ് വരുമ്പോൾ ആരെയും കാണത്തുമില്ല. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തിരക്കിലായിരിക്കും അല്ലേ. അപ്പോൾ ഞാനും 2 ദിവസമായിട്ട് എനിക്ക് സമയമൊന്നും കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ലൈവ് വരാതിരുന്നത്. അപ്പോൾ ഇന്നിവിടെ ഉണ്ടല്ലോ നല്ലൊരു തണുപ്പും മഴമൂടലും ഒക്കെയാണ് കേട്ടോ. അവിടെയൊക്കെ എങ്ങനെയാണ്, മഴയൊക്കെ ഉണ്ടോ, തണുപ്പൊക്കെ ഉണ്ടോ? ഇപ്പോൾ ശകല തണുപ്പൊക്കെ ഉണ്ടല്ലേ, എങ്കിലും പകലും രാത്രിയിലൊക്കെ നല്ല ചൂടാല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തട്ടെ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഞാൻ പറഞ്ഞ പോലെയൊക്കെ എല്ലാവരും ചെയ്യണം കേട്ടോ. അപ്പോൾ എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ശരീരത്തിനും ഒരു ആരോഗ്യമൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ എക്സസൈസ് നിർബന്ധമാകട്ടോ. ഞാൻ ചെയ്ത അത്രയെങ്കിലും ചെയ്തോണം കേട്ടോ ദിവസവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ. പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ. നമ്മുടെ 78K ആയി കേട്ടോ. അപ്പോൾ ഇനി 2 ഇതും കൂടെ വരാതെ നമുക്ക് എത്രയാകും? 80K ആകും. അപ്പോൾ വെറും 2 അല്ല, നിങ്ങൾക്കറിയാമല്ലോ, അത്രയും കൂടെ കിട്ടണം. അപ്പോൾ നിങ്ങളെല്ലാവരും സബ് ചെയ്യണം കേട്ടോ, എല്ലാവരും സബ് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ഞാൻ നമ്മുടെ തൈരിൻ്റെ വീഡിയോ 8 ലക്ഷം എന്ന് പറഞ്ഞു. അതിന് ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ എഴുതിയായിരുന്നു മേളിൽ 8 ലക്ഷം അല്ല കേട്ടോ, 89 ലക്ഷം വ്യൂവേഴ്സാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷം. അത്രയും ആൾക്കാർ, അതിൻ്റെ പകുതി ആൾക്കാരെങ്കിലും സബ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാനിങ്ങനെ ആലോചിക്കും കേട്ടോ, അത്രയും കാണുമ്പോൾ. അപ്പോൾ എല്ലാവരും സബ് ചെയ്യുക, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് വൈകിട്ട് ചിലപ്പോൾ ലൈവിൽ വരും കേട്ടോ. അപ്പോൾ നാളെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ.